രാഹുൽ മാങ്കൂട്ടത്തിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാവുകയാണ്. അവിടെ വൈദ്യപരിശോധന തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 15 മിനിറ്റോളം ആവുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ പ്രതിഷേധിക്കാൻ യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്പടിച്ച് നിൽപ്പുണ്ട്. രാഹുലിനെ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ ഒരുക്കം കണ്ട് വൈദ്യപരിശോധന ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. വൈദ്യപരിശോധന പൂർത്തിയായി. ഇനി നേരത്തെ രാഹുലിനെ എങ്ങനെയാണോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്, ബാരിക്കേഡ് പോലെ അവിടെ ഇങ്ങനെ ഒരു കോറിഡോർ പോലെ പോലീസ് മതിലുപോലെ ഒരു മതിൽ കെട്ടി നിന്ന് അതിനിടയിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുക എന്നത് തന്നെയാണ് പോലീസിന്റെ പ്ലാൻ. അതല്ലാതെ ചുറ്റും ഇഷ്ടംപോലെ പ്രവർത്തകർ, ഒരുപക്ഷെ പോലീസിന് ഇപ്പോൾ കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ യുവമോർച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അവിടെ ഇവിടെ നിന്ന് മജിസ്ട്രേറ്റിലേക്കാണ് കൊണ്ടുപോകുക. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഈ പറയുന്ന രീതിയിൽ SIT അന്വേഷണ സംഘം പൂർണ്ണമായി കോൺഫിഡൻ്റ് ആണ്. കാര്യം ആദ്യ കേസിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിൽ എവിഡൻ്റായ തെളിവുകളുണ്ട് എന്നാണ് SIT പറയുന്നത്. ഈ പറഞ്ഞ DNA ഈ ഗർഭഛിദ്രം നടത്തിയതിനു ശേഷമുള്ള സാമ്പിൾ അടക്കം ശാസ്ത്രീയമായും അല്ലാതെയുമുള്ള കൃത്യമായ തെളിവുകൾ ഈ കേസിലുണ്ട് എന്നാണ് SIT പറയുന്നത്. ഉറപ്പായും അത് മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുത്തി ഒന്നുകിൽ കസ്റ്റഡി അല്ലെങ്കിൽ റിമാൻഡ്. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് പോലീസ് കസ്റ്റഡി എത്രത്തോളം സാധ്യമാണെന്ന് അറിയില്ല. നാളെ ആകും ഒരുപക്ഷെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നാണ് നേരത്തെ വിഷ്ണു സുരേഷ് പറഞ്ഞത്. എന്തായാലും റിമാൻഡ് അല്ലെങ്കിൽ കസ്റ്റഡി, അതിലപ്പുറം ഈ ഘട്ടത്തിലൊരു ജാമ്യം എന്നതിലേക്ക് എന്തായാലും ഉണ്ടാവില്ല എന്ന് SIT ഉറപ്പിക്കുന്നുണ്ട്. കാര്യം അത്രത്തോളം കടുത്ത തെളിവുകൾ, കൃത്യമായ തെളിവുകൾ ഈ കേസിലുണ്ട് എന്ന് തന്നെയാണ് SITയുടെ കോൺഫറൻസ്. പോയ രാത്രിയാണ് വളരെ അതീവ രഹസ്യമായി പാലക്കാടെത്തി KPM റീജൻസി ഹോട്ടലിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഹോട്ടൽ ബൈ ഇലക്ഷനിൽ ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയതാണ് ആ നീലപ്പെട്ടി വിവാദം. അന്ന് ഈ പറയുന്ന നീലപ്പെട്ടി അതുമായി ബന്ധപ്പെട്ട് പോലീസ് അക്ഷരാർത്ഥത്തിൽ കൈപൊള്ളിയതാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ കണ്ടെത്താനാവാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏതെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ അത് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഗുണകരമായി പോലും ഭവിച്ചു ആ ചർച്ചകൾ എന്ന് വേണം. അന്ന് അക്ഷരാർത്ഥത്തിൽ പോലീസിന് കൈപൊള്ളിയതാണ്. ഇവിടെ അതേ ഹോട്ടലിൽ, അതേ KPM റീജൻസി എന്ന് പറയുന്ന പാലക്കാട്ടെ അതേ ഹോട്ടലിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. രാത്രി 10 മണി മുതൽ ജില്ലയിലെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ തന്നെയായിരുന്നു. അർദ്ധരാത്രിയാണ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം KPM റീജൻസിയിൽ എത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവിടെ റിസപ്ഷനിലുള്ള ആൾക്കാരുടെ ഫോണുകൾ പിടിച്ചെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിലെ ഡ്രൈവർ അടക്കം അല്ലെങ്കിൽ സഹായി അടക്കം കൂടെയില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം 2002 എന്ന ആ ഹോട്ടലിലെ റൂമിൽ, രാഹുൽ താമസിക്കുന്ന റൂമിൽ പോയി ഡോറിൽ നോക്ക് ചെയ്തു. പിന്നെ കസ്റ്റഡി 6-7 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ച് ആശുപത്രിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടത്. വിഷ്ണു സുരേഷ് തുടർന്ന്. വിഷ്ണു, ഇപ്പോൾ ഇനി വൈദ്യപരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കുമ്പോഴും അകത്തേക്ക് കയറ്റിയപ്പോഴുണ്ടായ പ്രതിഷേധം കനക്കുകയുള്ളൂ, അതിനേക്കാൾ കൂടുതൽ. ഹാഷ്മി, അതിനേക്കാൾ കനക്കുകയാണ് പ്രതിഷേധം. ഈ ജീപ്പ് നേരത്തെ കയറ്റിയ വാതിലിൽ അങ്ങോട്ടേക്ക് എടുത്തിട്ടിരിക്കുന്നു. അതായത് രാഹുലിന് ഇതുവഴി തന്നെ 2 വഴികളുണ്ട്. ഏത് വഴിയാണ് കടത്തുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ജീപ്പ് ഇപ്പോൾ കയറ്റിയിട്ടിരിക്കുന്ന നേരത്തെ ഇറക്കിയ സ്ഥലത്ത് തന്നെയാണ് പോലീസുകാർ. ഈ പോലീസ് ജീപ്പിന് മുൻപിൽ ഈ പ്രതിഷേധക്കാർ തമ്പടിച്ചു നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അതുകൊണ്ട് ഒരു പോലീസുകാർ തന്നെ ഒരു ബാരിക്കേഡ് തീർത്തുകൊണ്ടാണ് ഇപ്പോൾ രാഹുലിന് വഴിയൊരുക്കുന്നത്. പോലീസ് ജീപ്പിലേക്ക് കയറാൻ ഇവിടെ നിന്ന് രാഹുലിനെ നേരെ കൊണ്ടുപോകുക മജിസ്ട്രേറ്റിന്റെ അടുത്തേക്കായിരിക്കും. ഒരുപക്ഷെ വഴിയിലും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്. ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പോലീസിന് ഉണ്ടായിരുന്നില്ല. കാരണം അതിനുവേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. കേവലം ഒരു 30 വരുന്ന പോലീസുകാർ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രവർത്തകർ കൂടുതലായി വന്നത്, യുവമോർച്ചയുടെയും ഡിവൈഎഫ്ഐയുടെയും 9ഓളം വരുന്ന പ്രവർത്തകർ എത്തിയാണ് ഈ പ്രതിഷേധം ഇത്രയും ശക്തമാകാനുള്ള കാരണം. അങ്ങേറ്റം രോഷാകുലരാണ് അവർ. കാരണം രാഹുലെ രാജിവെച്ച് പുറത്തു പോകണം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. അങ്ങേറ്റം സ്ത്രീവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു നിയമസഭാ സാമാജികൻ, ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് രാഹുലിനെതിരെ യുവമോർച്ച പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയും ഉന്നയിക്കുന്നത്. ആ ഡിവൈഎഫ്ഐ സംബന്ധിച്ച് ഡിവൈഎഫ്ഐക്കെതിരെ അങ്ങേയറ്റം അതിരൂക്ഷമായ പൊതുച്ചോറുമായി ബന്ധപ്പെട്ടൊക്കെ രാഹുൽ നടത്തിയ പരാമർശം നമുക്ക് മുന്നിലുണ്ട്. അതെല്ലാം ഉയർത്തിക്കാട്ടിയാണ് ഡിവൈഎഫ്ഐയുടെ ആ പ്രതിഷേധം ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാഹുലിനെ എങ്ങനെ ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറക്കും എന്നുള്ളത് അങ്ങേറ്റം ശ്രമകരമായ ഒരു കാര്യമാണ്. പോലീസ് അതിനുവേണ്ടിയുള്ള പണിപ്പെട്ട് നിൽക്കുകയാണ്. കൂടുതൽ ആളുകളെ, കൂടുതൽ പോലീസുകാരെയൊക്കെ എത്തിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത്. ആളുകളെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റാനുള്ള പക്ഷേ പ്രവർത്തകർ ഒരു ഘട്ടത്തിലും പിരിഞ്ഞു പോകുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വാതിലിനടുത്തേക്ക് എത്തുകയാണ് യൂത്ത് കോൺഗ്രസും യുവമോർച്ച പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ വാതിലിന് അടുത്തേക്ക് എത്തുകയാണ്. പോലീസ് തന്നെ പണിപ്പെട്ട് അവരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരു നിയമസഭാ സാമാജികൻ ഇത്രയേറെ
അങ്ങേയറ്റം ഒരു മോശമായ ഒരു കേസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബലാത്സംഗ കേസ്, അങ്ങേറ്റം സ്ത്രീവിരുദ്ധമായ ഒരു കേസിൽ ഉൾപ്പെടുന്നത്. രാഹുൽ പല ഘട്ടത്തിലും നൽകിയ ജാമ്യ ഹർജിയിൽ അതിജീവിത അടക്കം അധിക്ഷേപിച്ചുകൊണ്ട് ഇത് കേവലം ചില ഈഗോയുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഭാഗമായി ഉണ്ടായതാണ്, ചില രാഷ്ട്രീയ ആരോപണങ്ങളിൽ നിന്നുണ്ടായതാണെന്നൊക്കെ ഹർജിയിൽ നൽകിയെങ്കിലും അങ്ങനെയൊന്നുമല്ല. ഈ 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണി നമുക്ക് മുൻപിൽ ആ ഉദാഹരണങ്ങളുണ്ട്. ഇയാളൊരു സൈക്കോപാത്ത് എന്നാണ് മുഖ്യമന്ത്രി രാഹുലിനെ വിശേഷിപ്പിച്ചത്. അതിൽ അത്രയേറെ വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. നമുക്ക് ഈ കേസുകളുടെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ പരാതികളിലെല്ലാം തന്നെ അതിക്രൂരമായി തന്നെ ഈ ഇരകളെയൊക്കെ മർദ്ദിച്ചതായുള്ള ആക്ഷേപം അല്ലെങ്കിൽ പരാതികൾ എല്ലാ പരാതികളിലും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് രാഹുലിന്റെ എന്താണ് രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് കേവലം രാഷ്ട്രീയ പരാതിയല്ല എന്ന് നമുക്ക് പ്രാഥമികമായ ഈ പരാതികൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാകും. പക്ഷേ മൂന്നാമത്തെ പരാതിയിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. അതിനുവേണ്ടി കൃത്യമായ തെളിവുകൾ, ആദ്യത്തെ 2 പരാതികളിലും തെളിവുകളില്ല എന്ന് രാഹുലിന്റെ അനുകൂലികളും ഒക്കെ സൈബർ ഇടങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞാണെങ്കിൽ മൂന്നാമത്തെ പരാതിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല, കൃത്യമായ തെളിവുകൾ SITക്ക് മുമ്പാകെ ഉണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്ര റിസ്ക് എടുത്ത രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷനിലേക്ക് പോയതും വളരെ ക്ലിനിക്കലായി അവർ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അതിന്റെ ആദ്യഘട്ടത്തിലെ അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തുകയാണ്. അതിനുശേഷം ഇനി 2ാം ഘട്ടം കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനാണ്. അത് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് വിശദമായി ഈ രഹസ്യമൊഴി കൂടി പരിശോധിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് രാഹുലിനെ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുക അത് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെ അകത്തേക്ക് കയറ്റിയതും നമ്മൾ കണ്ടതാണ്. 2 വശങ്ങളിൽ നിന്ന് ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു. രാഹുൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന മുദ്രാവാക്യം. ഒപ്പം അവർ വാഹനം, പോലീസ് ജീപ്പിന്റെ വാഹനത്തിന്റെ 2 വശങ്ങളും മുൻപിലും ഒക്കെ തടഞ്ഞു നിന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിലും സമാനമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റോളമായി രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് കയറ്റിയിട്ട് പക്ഷേ ഇതുവരെ പുറത്ത് ഇറക്കിയിട്ടില്ല. അത് ഈ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം തന്നെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും. ഇന്ന് തന്നെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ പോലീസ് സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കേസിൽ ചാർജ് ഫ്രെയിം ചെയ്യാൻ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിയിലേക്ക് അടക്കം പോലീസ് പോകും. കാരണം ഇതിൽ ഇനിയിപ്പോൾ ചില ഡിജിറ്റൽ തെളിവുകൾ, അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്നതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ തീയതികൾ ഒക്കെയാണ് ഇനി പോലീസിന് കണ്ടെത്താനുള്ളത്. ബാക്കി തെളിവുകളൊക്കെ പ്രാഥമിക ഘട്ടത്തിൽ ആവശ്യമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിലവിൽ ഇവർ കോടതിയിലേക്ക് രാഹുലിന് ഇന്ന് ഇപ്പോൾ കസ്റ്റഡി റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുക. റിമാൻഡ് റിപ്പോർട്ട് അംഗീകരിക്കപ്പെടുകയും രാഹുൽ റിമാൻഡിൽ പോകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘത്തിനും രാഹുലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമവിദഗ്ധർക്കും ഒക്കെ ഉള്ളത്. അവർ ഇനിയിപ്പോൾ 2ാമത് ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് അത് ഒരുപക്ഷെ സ്വാഭാവികമായും മാജിസ്ട്രേറ്റ് കോടതിയിൽ ഇത്തരം ബെയിൽ ആപ്ലിക്കേഷനുകൾ അങ്ങനെ അംഗീകരിക്കാറില്ല. അത് ഹൈക്കോടതിയിലേക്കൊക്കെ എത്തി വിശദമായ മെറിറ്റിലേക്കൊക്കെ പോയ ശേഷം മാത്രമേ അതിന്റെ ഒരു വാദത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത തന്നെ ഹൈക്കോടതിയിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്തായാലും രാഹുൽ പെട്ടിരിക്കുകയാണ്. രാഹുൽ 1-2 പ്രമാദമായ കേസുകൾ അത്തരത്തിൽ മജിസ്ട്രേറ്റ് ജാമ്യം കണ്ടതാണ്. പക്ഷെ അതുപോലൊന്നുമല്ല, PC ജോർജിന്റെ പോലെയുള്ള കേസിന്റെ സ്വഭാവം ഒന്നുമല്ല ഈ കേസ്. ഇത് 1 അല്ല 2 അല്ല 3 പരാതികളാണ്, പ്രധാനപ്പെട്ട 3 പരാതികൾ. അതിൽ ഓരോ പരാതിയും ഒന്നിനൊന്ന് ഗുരുതരമായ ആരോപണങ്ങളാണ്. 3ാം പരാതിയിലാണ് അറസ്റ്റ്. 3ാം പരാതി വരുമ്പോഴും അത് ആദ്യ 2 പരാതികളെ പോലെ ആ വാർത്ത പുറത്തേക്ക് വരികയോ FIR ഇടുകയോ പരാതിയുടെ ഏതെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരികയോ ചെയ്യാതെ SIT വളരെ കൃത്യമായി തന്നെ നോക്കി അതിൽ FIR ഇട്ട് തെളിവ് ശേഖരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി പരാതിക്കാരോട് കൃത്യമായി സംസാരിച്ച് 164 മൊഴിയിൽ അതിജീവിതയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെ നടത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.